നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ 108 ഗ്രാമങ്ങളുടെ വനവിവരങ്ങൾ കേന്ദ്രം ആവശ്യപ്പെടുന്നു. പശ്ചിമഘട്ട പരിസ്ഥിതി സംവേദന മേഖലയിൽ ഉൾപ്പെടുത്തിയ 108 ഗ്രാമങ്ങളുടെ വനവിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ മന്ത്രാലയം ഗോവ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഡ്രാഫ്റ്റ് വിജ്ഞാപന പ്രകാരം ഈ ഗ്രാമങ്ങളിലെ വനേതര ഭൂമി, രേഖപ്പെടുത്തിയ വനഭൂമി, സ്വകാര്യ വനം, വനവൃക്ഷ വ്യാപ്തി എന്നിവയുടെ വിശദാംശങ്ങൾ അതീവ പ്രാധാന്യത്തോടെ നൽകണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനുവരിയിൽ 21 ഗ്രാമങ്ങളെ ഒഴിവാക്കാനുള്ള പുതുക്കിയ നിർദ്ദേശം സമർപ്പിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമങ്ങളും പദ്ധതികളും വ്യക്തമാക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. 108 ഗ്രാമങ്ങളെ ESA ആയി പ്രഖ്യാപിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും 21 ഗ്രാമങ്ങളെ ഒഴിവാക്കണമെന്ന് ഗോവ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. ഗോവ പോലീസ് 672 വെബ്സൈറ്റുകളും 900-ലധികം മൊബൈൽ നമ്പറുകളും ബ്ലോക്ക് ചെയ്തു. 2024 ഒക്ടോബർ മുതൽ ഗോവ പോലീസിന്റെ സൈബർ ക്രൈം സെൽ 672 വെബ്സൈറ്റുകളും 936 മൊബൈൽ നമ്പറുകളും 134 IMEI നമ്പറുകളും ബ്ലോക്ക് ചെയ്തു. ചൂതാട്ടം, വ്യഭിചാരം, വ്യാജ ഹോട്ടൽ, റിസോർട്ട് വെബ്സൈറ്റുകൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി. വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 79(3)B പ്രകാരം ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് ബ്ലോക്കിംഗ് നോട്ടീസുകൾ നൽകി. മെയ് മാസത്തിൽ 270 വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തു. ഒക്ടോബറിൽ 78, ഡിസംബറിൽ 22, ജനുവരിയിൽ 82, ഫെബ്രുവരിയിൽ 56, മാർച്ചിൽ 29, ഏപ്രിലിൽ 3, ജൂണിൽ 84, ജൂലൈയിൽ 48 എന്നിങ്ങനെ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തതായി സൈബർ ക്രൈം സെൽ വ്യക്തമാക്കി. പ്രതിപക്ഷ യോഗം ഗോവ ഫോർവേഡും റവല്യൂഷണറി ഗോവൻസും ഒഴിവാക്കി. ഗോവ നിയമസഭയുടെ മൺസൂൺ സെഷനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് യൂറി അലൈമാവോ വിളിച്ച യോഗം ഗോവ ഫോർവേഡ് പാർട്ടിയും റവല്യൂഷണറി ഗോവൻസ് പാർട്ടിയും ഒഴിവാക്കി. GFPയുടെ വിജയ് സർദേശായും RGയുടെ വിരേഷ് ബോർക്കറും യോഗത്തിൽ പങ്കെടുത്തില്ല. കോൺഗ്രസ് MLAമാരായ കാർലോസ് ഫെരേര, ആൾട്ടൺ ഡിക്കോസ്റ്റ, AAP MLAമാരായ വെൻസി വികാസ്, ക്രൂസ് സിൽവ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. BJP സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടാൻ പ്രതിപക്ഷം ഒന്നിക്കണമെന്ന് അലൈമാവോ പറഞ്ഞു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഗോവയുടെ താൽപ്പര്യങ്ങൾക്കായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗോവയിൽ കുട്ടികളുടെ ഫിലിം അക്കാദമി സ്ഥാപിക്കാൻ ജയപ്രദ. ഗോവയുടെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ ഫിലിം അക്കാദമി സ്ഥാപിക്കാൻ നടിയും രാഷ്ട്രീയക്കാരിയുമായി ജയപ്രദ മഡ്ഗാവിലെ രവീന്ദ്രഭവൻ സന്ദർശിച്ച ശേഷം ഇത് കലയുടെയും സംസ്കാരത്തിന്റെയും ക്ഷേത്രമാണെന്ന് അവർ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെയും മുൻ രാജ്യസഭാ MP വിനയ് തെൻഡുൽക്കറിന്റെയും പിന്തുണയോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. ഗോവയിൽ ഫിലിം പ്രൊജക്ടുകൾക്കായി എത്തിയ ജയപ്രദ രവീന്ദ്രഭവനിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളെ പ്രശംസിച്ചു. കുട്ടികളുടെ പ്രതിഭ വളർത്തുന്നതിന് ഗോവയുടെ അന്തരീക്ഷം അനുയോജ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ചൊരാവോ റിബന്ദറിൽ റോറോ ഫെറി സർവീസിൽ ആശയക്കുഴപ്പം. റോറോ ഫെറി സർവീസ് ആരംഭിച്ച ദിവസം ചൊരാവോ, റിബന്ദർ എന്നിവിടങ്ങളിലെ ഫെറി വാർഫുകളിലും റോഡുകളിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. അധികൃതർ യാതൊരു പ്രോട്ടോക്കോളുകളും ഏർപ്പെടുത്താത്തതിനാൽ ഈ തിരക്കേറിയ റൂട്ടിലെ ഓഫീസ് യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിട്ടു. ഫെറി സർവീസിന്റെ ആദ്യ ദിവസം തന്നെ ക്രമീകരണങ്ങളുടെ അഭാവം മൂലം യാത്രക്കാർ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ക്യാൻസർ ബോധവൽക്കരണത്തിനായി മൊപ്സയിൽ സൗജന്യ ക്യാമ്പ്. ബെൽഗാവിയിലെ KLE ക്യാൻസർ ഹോസ്പിറ്റൽ ഗോവയിലെ മൊപ്സയിൽ ജൂലൈ 17 സൗജന്യ ക്യാൻസർ കൺസൾട്ടേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാൻസർ കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ബോധവൽക്കരണവും സമയോചിതമായ രോഗനിർണയവും ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പ്. ഡോക്ടർ രാഘവേന്ദ്ര സാഗർ, KLE ഹോസ്പിറ്റലിലെ സീനിയർ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് സൗജന്യ കൺസൾട്ടേഷൻ നൽകും. 2025 ജനുവരിയിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ഈ ആശുപത്രി ആധുനിക ഉപകരണങ്ങളോടും പരിചയസമ്പന്നരായ ഡോക്ടർമാരോടും കൂടി സമഗ്രമായ ക്യാൻസർ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. ഗോവ, മഹാരാഷ്ട്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമുകൾ DDSSY ഉൾപ്പെടെ ഈ ആശുപത്രിയിൽ സ്വീകരിക്കുന്നു. ക്യാമ്പ് മൊപ്സയിലെ ACE ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നടക്കും. അപ്പോയിന്റ്മെന്റിനായി 9850471360 അല്ലെങ്കിൽ 6360712326 എന്ന നമ്പറുകൾ ബന്ധപ്പെടുക. ഗോവയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പരിശീലനം. ഗോവയിൽ ജൂലൈ 3 മുതൽ 17 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പരിശീലന പരിപാടി നടക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പിഴവുകളില്ലാത്ത വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യം. എല്ലാ BLOമാർക്കും
സൂപ്പർവൈസർമാർക്കും ഈ പരിശീലനം ലഭിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324(1), 324(6) പ്രകാരമുള്ള അവകാശങ്ങളും 1950 ജനപ്രാതിനിധ്യ നിയമപ്രകാരം BLOമാരുടെ ചുമതലകളും പരിശീലനത്തിൽ ഉൾപ്പെടുന്നു. വീടുകൾ സന്ദർശിച്ച് വോട്ടർ വിവരങ്ങൾ പരിശോധിക്കൽ, രാഷ്ട്രീയ പാർട്ടികളുമായി ഏകോപനം, ഫോമുകൾ ഉപയോഗിച്ച് വോട്ടർ ഡേറ്റയിൽ തിരുത്തലുകൾ വരുത്തൽ എന്നിവയിൽ BLOമാർക്ക് പ്രായോഗിക പരിശീലനം നൽകും. കലങ്കുത്ത് പഞ്ചായത്ത് അനധികൃത ലാൻഡ്ഫിൽ നിർത്താൻ ഉത്തരവ്. ആർപ്പോറ കലങ്കുത്ത് അതിർത്തിയിലെ ഉപ്പുപാടങ്ങളിലും ജലാശയത്തിലും നടക്കുന്ന അനധികൃത ലാൻഡ്ഫിൽ പരാതിയിൽ കലങ്കുത്ത് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. കലങ്കുത്ത് കോൺസ്റ്റിറ്റ്യുവൻസി ഫോറം നൽകിയ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ വെലിപ്പ് സ്ഥലപരിശോധന നടത്തി. നിർമ്മാണ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഉപ്പുപാടങ്ങളും നദിയും നശിപ്പിക്കപ്പെടുന്നതായി കണ്ടെത്തി. 1.5 മീറ്റർ വീതിയുള്ള ബണ്ട് 6 മീറ്ററായി വികസിപ്പിച്ചതായി CCF പ്രസിഡന്റ് പ്രേമാനന്ദ് ദിവ്കർ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് സർപഞ്ച് ജോസഫ് സെക്കേര ലാൻഡ്ഫിൽ തടയാൻ ഉടനടി ഉത്തരവിട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപിക്കാനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും CCF ആവശ്യപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.